അതായിരിക്കും റീഫ്. കണ്ട അവിടുന്ന് ഇങ്ങനെ ഒരു വേവ് പോലെ വരുന്നില്ലേ? അല്ല അല്ല. അപ്പോൾ അഗത്തി ദ്വീപിനെ സംബന്ധിച്ച് 10,000 പേരോളാണ് ഇവിടുത്തെ പോപ്പുലേഷൻ വന്നിട്ട്. ഇതൊരു 8 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഐലൻഡാണ് അഗത്തി ഐലൻഡ്. ഇവിടുന്ന് ഒരു 10-40 മിനിറ്റ് ബോട്ടിലൂടെ യാത്ര ചെയ്താൽ ബംഗാരം ഐലൻഡിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ കൊച്ചി മെയിൻ ലാൻഡിൽ നിന്ന് 18 മണിക്കൂറോളം എടുത്തു ഷിപ്പിൽ നമ്മൾ അഗത്തിയിലെത്താനായിട്ട്. ഷിപ്പ് യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു, അടിപൊളിയാണ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അറിയില്ല, കാരണം ആ നല്ല ക്രൂസിങ് ആയിരുന്നു. രാത്രിയൊക്കെ നല്ല സ്പീഡായിരുന്നു. നല്ല അടിപൊളി ഷിപ്പാണ്. ലഗൂൺസ് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഇത് കിടക്കണത് ഇപ്പോൾ അഗത്തി ഐലൻഡിലാണ്. ഒരു ഷിപ്പിന്റെ ഇത് ഈസ്റ്റേൺ ജെട്ടി കാണുന്നുണ്ട്. അതാണ്, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈസ്റ്റേൺ ജെട്ടിയുടെ അവിടെ. ഇനി വെസ്റ്റേൺ ഉണ്ട്, ഫിഷറീസ് ജെട്ടി ഉണ്ട്, ലഗൂൺ ബീച്ച്, നോർത്ത് ടിപ്പ്, ലഗൂൺ ബീച്ച്. അങ്ങനെ എയർപോർട്ട് എവിടെ? ഇവിടെ ഈ അറ്റത്താണ്. ഇതാണ് അഗത്തി ഐലൻഡിന്റെ സൗത്ത്. അങ്ങനെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. ഇത് അഗത്തി എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല തണലാണ് അവിടെ. ഇവിടെ ഇതേപോലെ ഊഞ്ഞാലുണ്ട്. ഈ പറഞ്ഞത് ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ അവിടെ. പിന്നെ കുട്ടികൾക്ക് സമയം ചെലവഴിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നുമല്ല ഇതിലെ മെയിൻ കാര്യം. നോക്കൂ മക്കളെ, എന്താ അതിൻ്റെ ഒരു കളർ. വീഡിയോയിൽ ഇത് എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ നേരിട്ട് ഇത് വേറെ ഒരു ലെവലാണ്. ലക്ഷദ്വീപ് അന്താം ബീച്ചിലെ കാഴ്ചകളാണ് മക്കളെ. അപ്പുറത്ത് സ്നോർക്കലിംഗ് ചെയ്യുന്നു. അല്ല, നല്ല വെയിലാണ്, പക്ഷെ വെയിലൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇതിൻ്റെ ഒരു കളറുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട്, അല്ലേ? ഭയങ്കര ഭംഗിന്ന് പറഞ്ഞാൽ നമ്മുടെ മാൽഡീവ്സിലൊക്കെ പോയപ്പോൾ രീതിയല്ല. മാൽഡീവ്സ് കുറച്ച് ക്രൗഡും സിറ്റിംഗ് ആയിരിക്കും. ഇത് ഭയങ്കര ഇത് നോക്കിയേ, ആരുമില്ല. ഫാമിലി ആയിട്ട് മക്കളെ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. കണ്ട, സൂപ്പർ സംഭവമാണ്. കണ്ട, അന്താം ബീച്ചിലെ നല്ല അടിപൊളി സ്ഥലത്ത് റൊമാൻസിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അടിപൊളി. ബീച്ചിൻ്റെ കളർ. ഞങ്ങളങ്ങനെ ലക്ഷദ്വീപിൽ വന്നിട്ട് ആദ്യമായി കാലൊന്നും നനച്ചിരിക്കുകയാണ് മക്കളെ. നല്ല ഭംഗിയിലെ കാണാൻ, ഭയങ്കര ഭംഗി. ഇതിലെ ലുക്ക് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും അറിയോ? ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ വേറെ ലുക്കായിരിക്കും.
നല്ല ഷെയ്ഡ് ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ നാളികേരൊന്നും കാണാനില്ല, പക്ഷെ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു ബർഗറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഈറ്ററി സ്പേസ് ഉണ്ട് ഇവിടെ. അതൊക്കെ റിസോർട്ടുകളാണ്. 13,000 രൂപയൊക്കെയാണ് ആ റിസോർട്ടിൻ്റെ ചാർജ് വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം നമുക്കൊരു 2-3 ദിവസം വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു സ്ഥലം. കാരണം അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് വിസ വേണ്ട. ഇപ്പോൾ നല്ലൊരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നും ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ഒരുപക്ഷെ ട്രിവാൻഡ്രത്തു നിന്ന് വരെ വരാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫാമിലി ആയിട്ട് ഒരു 3-4 ദിവസം നമുക്ക് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പോവാം. നല്ല ഭംഗിയില്ലേ, കാരണം ആ മീനിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് വരച്ചൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്, കളേഴ്സൊക്കെ ഉണ്ടാവും. അവിടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് മഞ്ജു പോയിട്ടുണ്ട്. വൈകുന്നേരമേ ഉള്ളൂ. ഇതെന്താ സാധനം? ദീപുണ്ട്. അതെന്ത് സാധനം? ഇവിടെ ഈ പറഞ്ഞ പോലെ ടീ, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ്, ചിക്കൻ സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ച്, മാഗി, ഓംലെറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങി സമാധാനമായിട്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഞാനും മഞ്ജു ഓരോ മാഗി പറഞ്ഞു. ഞാനൊരു ചിക്കൻ മാഗിയും മഞ്ജു ഒരു വെജ് മാഗിയും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഇവിടുത്തെ ഷമീം എന്ന് പറയും. പുള്ളി കൽപ്പേനിക്കാരനാണ്, കൽപ്പേനി ഐലൻഡിലുള്ള ആളാണ്. പുള്ളി ലക്ഷദ്വീപിൽ യാത്രയുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഷമീമിനെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഷമീം എന്താ ചെയ്തു തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെർമിറ്റും ഇവിടുത്തെ താമസവും ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും സ്നോർക്കലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്, അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഷമീം പറഞ്ഞു തരും. അപ്പോൾ ഷമീമിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. വാട്സപ്പ് ചെയ്താൽ മതി, വിളിച്ച് ശല്യപ്പെടുത്തരുത്. കാരണം വാട്സപ്പ് ചെയ്തോളൂ, പുള്ളി മറുപടി നിങ്ങൾക്ക് അയക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്, എന്തൊക്കെയാണെന്നുള്ളത് പറയും. ഇതിൽ ലക്ഷദ്വീപിൽ വരെ നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രതിസന്ധി കണക്ടിവിറ്റിയാണ്. 2 രീതിയിലുള്ള കണക്ടിവിറ്റിയാണ് നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നായാലും, അതായത് ഒന്ന് ബൈ എയറും പിന്നെ ഒന്ന് ബൈ സീ. അപ്പോൾ ഇത് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടാനായിട്ട്. ആ റെസ്പോൺസിബിലിറ്റി വരുന്ന ആൾക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള മാർഗ്ഗങ്ങൾ ഷമീം പറഞ്ഞു തരും. ഇനി ലക്ഷദ്വീപിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബീച്ച് ഡെസ്റ്റിനേഷൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ തായ്ലാൻഡിൽ പോയി, മോൾദീവ്സിൽ പോയി, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ ബീച്ച് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഉള്ള ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ലക്ഷദ്വീപ് എന്നുള്ളത്. അപ്പോൾ മഞ്ജുവിനെ സംബന്ധിച്ച് ലക്ഷദ്വീപ് ഇപ്പോൾ ഇന്നലെ നമ്മൾ വോയേജ് തുടങ്ങി, ഇന്നിപ്പോൾ ഇതുവരെ അഗത്തി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് മഞ്ജുവിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ലക്ഷദ്വീപ് ട്രാവലിംഗ് ആണെങ്കിലും നമ്മൾ ഒട്ടും ടയേർഡ് ആവില്ല. ഷിപ്പിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, ഒട്ടും ടയേർഡ് ആയിട്ടില്ല. ഞാൻ വരുമ്പോൾ നല്ല കോൾഡായിട്ടാണ് വന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു ബോഡി പെയിനോ ഷിപ്പിൽ ഒരുവിധ ബുദ്ധിമുട്ടും, ബാങ്ക് ക്ലാസ്സിൽ താമസിച്ച ഒരുപാട് പേര് നമ്മുടെ പരിചയത്തിലുണ്ട്. അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സാണ് എടുത്തത്. നല്ല ബെഡ് എല്ലാം നല്ല സുഖമായിരുന്നു ഷിപ്പില്. ഒട്ടും ബോറടി തോന്നിയേയില്ല. ലക്ഷദ്വീപ് കണ്ടു തന്നെ അറിയണം, ഭംഗി നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന. ഷിപ്പിൽ വന്ന സമയത്ത് ഭക്ഷണത്തിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. മീൽസിന് 70 റുപ്പീസ്, പിന്നെ ടീയും ബ്രെഡ് ഓംലെറ്റും കൂടെ ഇല്ല 2 പേർക്കും കൂടെ 40 രൂപ. അപ്പോൾ ഒരാൾക്ക് 20 രൂപ വന്നിട്ടുള്ളൂ. പിന്നെ ഡിന്നറിന് എത്ര രൂപ? ഡിന്നറിന് 60 രൂപ. ചപ്പാത്തി, ഫിഷ്, അങ്ങനെ എന്തൊക്കെയോ. അതിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ? രാവിലെ ദോശയും. അതിന് എത്ര രൂപ വന്നത്? 50 രൂപ. അപ്പോൾ എല്ലാം ഈ റേറ്റ് ആണ് കേട്ടോ. കറക്റ്റ് ടൈമിനാണ്. നമുക്ക് വളരെ സന്തോഷമായിട്ട് നല്ല ഉള്ളത്, നല്ല വൃത്തിക്കും മെനക്കും വളരെ ബഡ്ജറ്റായിട്ട് അല്ലേ. നമ്മളിപ്പോൾ ലക്ഷദ്വീപ് കണ്ട ഭംഗി നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, അത്രയും വർണ്ണിക്കണതല്ല, കണ്ട് തന്നെ അറിയണം അതിന്റെ ഭംഗി. വീഡിയോയിലൊക്കെ റാഷിബ്രോ ലീവിന് വന്നേക്കാണ് സൗദിയിൽ. 7 മാസമുള്ള കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും. അടിപൊളിയല്ലേ? ലക്ഷദ്വീപ് സൂപ്പർ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ
സന്തോഷകരമായ സമയമാണ് ഇതുവരെ. ലക്ഷദ്വീപ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. വീണ്ടും അത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഈ ഒരു കണക്ടിവിറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും മാറ്റി വയ്ക്കപ്പെടുകയാണ്. അതെല്ലാം മാറി മുന്നോട്ട് വരാനുള്ള ടൂറിസം മേഖലയിലേക്ക് മുന്നോട്ട് ഒരു ബംഗാരം മാത്രമല്ല അഗത്തിയോടനുബന്ധിച്ച് പല പല റീച്ചബിൾ ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട്. കൂടാതെ ഇവിടെ വന്ന് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇപ്പം നിങ്ങൾ വീഡിയോൻ്റെ ആദ്യം കണ്ട പോലെ എടുത്ത മാപ്പൊക്കെ ആ രീതിയിലാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് തന്നെ അങ്ങനെയാണ്. നമ്മൾ ഈസ്റ്റേൺ സൈഡിലാണ് നമ്മൾ ഇറങ്ങിയത്. അത് സൗത്തിലേക്ക് വരുന്തോടും നാരോ ആയിട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ നാരോ ആയിട്ട് പോകുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും കടലിങ്ങനെ ചേർന്ന് വരികയാണ്. നടുക്കൂടെ ചെറിയൊരു നേർരേഖ പോലത്തെ ഒരു യാത്ര ചെയ്യാനുള്ള വഴി വളരെ മനോഹരമായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ കളറൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന ബോട്ട് അല്ല. ഇത് വേലിയർക്ക സമയം അത് ശരി. ബീച്ചിലേക്ക് പോവാണ് എല്ലാവരും ഉണ്ട്. എയർപോർട്ടല്ലേ അത്? അഗത്തി എയർപോർട്ട്. അപ്പൊ ലാൻഡിങ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇന്ത്യയുടെ ഭാഗം. ഇന്ത്യന്റെ ഭാഗം കാണണ്ടേ? അത് വേണം വേണം വേണം. ഇന്ത്യ നിർബന്ധമാണ്. അവനെ അവിടെ നിർത്താൻ പറ്റും. ശരിയാ. ഇവിടെ പൊക്കും കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ താമസമൊന്നുമില്ല, കംപ്ലീറ്റ് ഇതേപോലെ കോറൽസാണ്. അപ്പോൾ നമ്മളെന്തായാലും ഡെഡ് കോറൽസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെരുപ്പിട്ടിട്ടേ വരാൻ പാടുള്ളൂ. നല്ല ചെരുപ്പായിരിക്കണം, കാരണം കാലില്ലെങ്കിൽ കുത്തി കയറാനുള്ള കല്ലൊക്കെ കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു വേലിയിറക്ക സമയമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ വരെ വെള്ളം വരും.
താമസിക്കുന്ന ഞങ്ങളുടെ വീടാണ്. കണ്ടോ, ഇത് ശരിക്കും ഇവരുടെ സാധാരണ ആൾക്കാർ താമസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് AC റൂംസാണ്, പിന്നെ കിച്ചണും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ കണ്ടോ എല്ലാം ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. അതെ, കണ്ടോ 7 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞുവാവ ഇത്തവണ ഞങ്ങളുടെ യാത്രയുണ്ട്. ഉറങ്ങാ പാവം സുഖമായിട്ട്. ഇതാണ് ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്യുന്നത്.